നമ്മുടെ ഈ വിവാഹം കഴിക്കുന്ന ഈ ആണും പെണ്ണുമാണ്. ഈ ആണും പെണ്ണും ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്നാണ്. ശരിക്കും ആണത്വവും പെണ്ണത്വമാണ് രണ്ടിനെയും രൂപപ്പെടുത്തുന്നത്. ഇപ്പം നമ്മളിപ്പം പെണ്ണും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും ആണും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ വിവാഹ സങ്കല്പം തന്നെ വളരെ ഇടുങ്ങിയതാണ്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ ലൈംഗികതയാണ്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പഠിപ്പിക്കൽ ലൈംഗികത പാപമാണെന്നാണ്. അങ്ങനെയുള്ളിടത്ത് സാമാന്യ ബോധമുള്ള നമ്മൾ മനസ്സിലാക്കുന്ന ലൈംഗികത ആനന്ദത്തിന് വേണ്ടിയാണെന്നാ. അപ്പൊ ലൈംഗികത പാപമാണെന്ന് പഠിപ്പിക്കുന്ന സഭ എങ്ങനെ ലൈംഗികത ആനന്ദമാണെന്ന് പഠിപ്പിക്കും? അപ്പോ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ലൈംഗികത പാപമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭാര്യയും ഭർത്താവും ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്നതാണ്. ലൈംഗികത പാപമാണെന്നും സന്തതി ഉൽപാദനത്തിന് വേണ്ടി സഭ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല പുരുഷനാണ് കുടുംബത്തിൽ മേധാവിത്വം, സ്ത്രീ കീഴടങ്ങിയിരിക്കട്ടെ എന്നുമാണ് ബൈബിളിന്റെ അടിസ്ഥാന പാഠം. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. വിവാഹ സമയത്ത് മന്ത്രം ഓടി തലയിലാണ് ഇടുന്നത്. അതിന്റെ അർത്ഥം എന്താ? സ്ത്രീ കീഴടങ്ങിയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ നടത്തുന്ന അടിസ്ഥാന വിശ്വാസം പുലർത്തുന്നവർ നിങ്ങൾക്ക് വ്യക്തിത്വമുള്ള നിർമ്മിതിയെ കൗൺസിലും കൂടെ ഉണ്ടാക്കുന്നത്. ഒരു സെക്കൻഡ്, ഇനി ഫാദർ സൈലന്റ് ആയിട്ട് കേൾക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരുന്ന കാര്യമോ പറയൂ ഫാദർ. 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഏറ്റവും ആദ്യത്തെ എന്തായിരുന്നു? ലൈംഗികത പാപമാണെന്ന്. ഒരിക്കലും അല്ല. സ്ത്രീയും പുരുഷനും ആയിട്ട് വിവാഹം ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. എന്നാ പിന്നെ എന്തിനാ ഈ കൊലച്ചതി ചെയ്തത്? അറിവ് അപൂർണമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ബൈബിള് തുറന്നു നോക്കുമ്പോ പലരും പല രീതിയിലും എഴുതിയതായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വ്യാഖ്യാനിക്കുന്നതാണ്. അത് തെറ്റാണ്. പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. ആ പഴയ നിയമങ്ങളിലെ ചില യഹൂദർക്ക് ഒരു കുഞ്ഞ് ജനിക്കാതിരുന്ന അത് ശാപമായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യമാണ് പ്രധാനം. അല്ലാണ്ട് കുഞ്ഞ് ജനിക്കാതിരിക്കുക സെക്കൻഡറി ആണ്. അതിൽ സെക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം അത് വേണം. അതില്ലെങ്കിൽ അത് പാപമാണെന്നാ പഠിപ്പിക്കുന്നത്. അതും പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.